عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, മാഷാ അല്ലാഹ്, പരിശുദ്ധ മക്കത്ത് പലരും എത്തിത്തുടങ്ങി, ബിൽഡിങ്ങുകളിൽ താമസം തുടങ്ങി. പക്ഷേ മക്കത്ത് നിന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നു. പല റൂമുകളിലും അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്ന വളരെ വേദനയുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ മുൻകൈ എടുത്ത് ഇവിടെ വേണ്ടത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള സഹോദരന്മാരും സഹോദരിമാരും ആ വിഷയത്തിൽ മുൻകൈ എടുക്കുക. ഓരോ ബിൽഡിങ്ങിലും ഉസ്താദുമാരുണ്ടാവും. ആ ഉസ്താദുമാരെ കൂട്ടുപിടിച്ച് ഈ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കുന്ന, കഴിച്ചു കൂട്ടുന്ന ആ സിസ്റ്റം ഇല്ലാതെയാക്കിയേ പറ്റൂ. നമുക്കറിയാം, പരിശുദ്ധ ഹറം പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ഒരു ഹസനത്തിന് 1,00,000 കൂലി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ശിക്ഷകളുടെ വണ്ണവും കൂടും എന്ന ശിക്ഷയുടെ വളരെ ഗൗരവമുള്ള ശിക്ഷയാണ് മക്കത്ത് ഹറാമുകൾ ചെയ്യാൻ നാം ശ്രമിച്ചാൽ ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല, നമ്മുടെ ഹജ്ജും ഉംറയും മബ്രൂറാവുകയില്ല, നമുക്ക് കൂലി കിട്ടുന്നതിലുപരി നമുക്ക് ശിക്ഷയായിരിക്കും കിട്ടുക. ഈ ഗൗരവം എല്ലാവരും മനസ്സിലാക്കുക. അന്യ പെണ്ണിനെ നോക്കുന്നതും അവളുമായി ഒറ്റയ്ക്കിരിക്കുന്നതുമൊക്കെ ഹറാമാണ് എന്ന് ആർക്കും ഹദീസും ആയത്തൊന്നും ഓതേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രസിദ്ധമായ 100 സൂറത്തിലെ ആയത്താണ് കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം. മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർ കണ്ണിനെ താഴ്ത്തിക്കൊള്ളട്ടെ, അന്യ പെണ്ണിനെ നോക്കാനേ പാടില്ല. അതുപോലെ പിന്നീട് അല്ലാഹു പറയുന്നു വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന. അതുപോലെ വിശ്വാസിനികളായ സ്ത്രീകളോടും നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർ കണ്ണ് താഴ്ത്തിക്കൊള്ളട്ടെ, അന്യ പുരുഷന്മാരെ നോക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഇനി എത്രയോ ഹദീസുകളിലുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതി. ഒരു പുരുഷനും അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല, ഒരു അന്യ സ്ത്രീക്കും അന്യ പുരുഷനെ നോക്കാൻ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. എത്രത്തോളം ഹദീസുകളിൽ കാണാം, നോട്ടത്തെ വ്യഭിചാരമായിട്ടാണ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. സിനൽ ഐനൈനി അന്നളറു. കണ്ണിൻ്റെ വ്യഭിചാരം എന്താ? ഹറാമിലേക്ക് നോക്കല. ഒരു പുരുഷൻ അന്യ പെണ്ണിനെ നോക്കുക, ഒരു പെണ്ണ് അന്യ പുരുഷനെ നോക്കുക. ചെവിയുടെ വ്യഭിചാരം എന്താ? അല്ലിസ്തിമാവു. അവൻ അന്യ പുരുഷന്റെ ശബ്ദം അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ ശബ്ദം നേരിട്ട് കേൾക്കുക. അതുപോലെ വല്ലിസാൻ, നാവിന്റെ വിചാരം എന്താ? സിനാഹു വൽ കലാം, അത് അന്യ പെണ്ണിനോട് സംസാരിക്കലാണ്. നമുക്കറിയാം, ഒരു റൂമിൽ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ച് താമസിച്ചാൽ നോക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. ഹറാമുകളുടെ നൂലാമാലകൾ വരും. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഇബാദത്തുകൾക്ക് അത് കോട്ടം തട്ടും. അപ്പം അതിന് അവസരമില്ലാതെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഹജ്ജ് കമ്മിറ്റിയെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം അവർ ഹജ്ജ് കമ്മിറ്റി നമുക്കറിയാം, ഒരു കവറിലുള്ള ആളുകളെ അത് ഒരു ഹാജി എവിടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യില്ല. ആ ഹാജി എവിടെയാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക എന്നാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. ഒരു ഹാജിനെ കാണാതായാൽ ആ ഹാജി ഏത് റൂമിലാണ്, ഏത് ബിൽഡിങ്ങിലാണ്, അത് നിമിഷങ്ങൾക്കകം അവർക്ക് കണ്ടെത്താനുള്ള മാർഗമാണ്. നാട്ടിൽ നിന്ന് നമ്മൾ അപേക്ഷ കൊടുത്ത അതേ കവറിനനുസരിച്ചാണ് അവരെല്ലാം ചെയ്യുക. ഫ്ലൈറ്റ് സീറ്റാവട്ടെ, ടിക്കറ്റ് ആവട്ടെ, ഇവിടുത്തെ ബിൽഡിംഗ് ആവട്ടെ, മദീനത്തെ ബിൽഡിംഗ് ആവട്ടെ, ബസ്സാവട്ടെ, ഇതൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അല്ലാതൊരു വഴി അവർക്ക് മുന്നിലില്ല. അത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എങ്ങനെ പരിഹരിക്കും? ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ഒരു റൂമിൽ 6 ആൾക്കുള്ള ബെഡാണെങ്കിൽ 3 സ്ത്രീകളും 3 പുരുഷന്മാരുമായിരിക്കും ഉണ്ടാവുക. തൊട്ടപ്പുറത്തും അതേപോലെ റൂമുണ്ടാവും, 3 സ്ത്രീകളും 3 പുരുഷന്മാരും താമസിക്കുന്ന റൂമുകൾ. ആ 2 റൂമുകളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു റൂമിലുള്ള പെണ്ണുങ്ങളെ മറ്റേ റൂമിലുള്ള പെണ്ണുങ്ങളെ കൂടെ ആക്കുക, ആ റൂമിലെ പുരുഷന്മാർ ഈ റൂമിലേക്ക് വരിക. എന്നിട്ട് വെറുതെ ആ വാതിലുമേൽ എഴുതി വെച്ച
ആ ബോർഡിൽ അറബിയിലോ ഇംഗ്ലീഷിലോ ഈ റൂമിലുള്ള സ്ത്രീകൾ ഇതാ ഇന്ന റൂമിലുണ്ട്, ആ റൂം നമ്പറും എഴുതി കൊടുക്കുക. ഇനി ഒരു പക്ഷേ അതേ തൊട്ടടുത്ത റൂമിൽ അങ്ങനെ സൗകര്യമില്ല, അല്ലെങ്കിൽ മാറാൻ തയ്യാറില്ല, അതിൻ്റെ അടുത്ത റൂം പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ മുകളിലോ ഫ്ലോറിലോ അതിൻ്റെ താഴെയുള്ള നിലയിലോ എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹകരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരസ്പരം നല്ല രീതിയിൽ പറഞ്ഞ്, ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളവിടെ ശോഭിച്ചിട്ട് കാര്യമില്ല, മറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി വേണ്ടത് നിങ്ങൾ ചെയ്യുക. ഒന്ന് നിങ്ങൾക്കറിയാതെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അവിടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നിങ്ങളെ ബിൽഡിങ്ങിൽ തന്നെയുള്ള പക്വതയുള്ള ഉസ്താദുമാരുണ്ടാവും, പക്വതയുള്ള ഹാജിമാരുണ്ടാകും. ആ ഹാജിമാരൊക്കെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ഹാജിമാരായ നിങ്ങൾ തന്നെ അതിന് പരസ്പരം വേണ്ടത് ചെയ്യുക. ഒരിക്കലും ഒരു അന്യ പെണ്ണിൻ്റെ കൂടെ താമസിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, ഒരിക്കലും ഒരു അന്യ പുരുഷൻ്റെ കൂടെ താമസിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, എന്താ, ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. ഒറ്റക്കാവുന്ന സമയത്ത്, ആരും കാണാത്ത സമയത്ത് തന്നെ ഭയപ്പെടുന്നവർ ആരാണ് എന്ന് അള്ളാഹുവിന് വ്യക്തമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് നമുക്കെതിരെയുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ നാം നമ്മുടെ ഈമാനിനെ മുറുകെ പിടിക്കുന്നുണ്ടോ, അതല്ല നാം ആളുകൾ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഈ ഹറാമുകൾ ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹ് പരീക്ഷിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം, അപ്പോഴേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അപ്പം അതിനു വേണ്ടി എല്ലാവരും സഹകരിക്കുക. ഈ കണ്ണിൻ്റെ വ്യഭിചാരം, അതുപോലെ സംസാരത്തിലെ വ്യഭിചാരം, ഇതൊക്കെ നേടാനല്ല. നേരത്തെ നമ്മൾ കരുതൽ എന്ന് പറയുന്ന മെസ്സേജിൽ പറഞ്ഞില്ലേ, നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോവേണ്ട പെട്ടി, ആ പെട്ടിയിൽ ഒരിക്കലും ഒരു ഹറാം ഉണ്ടാവാൻ പാടില്ല. ആ പെട്ടിയിൽ മുഴുവനും ഹസനാത്തുകളാവണം. ആ പെട്ടിയിൽ മുഴുവനും നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലുകളാവണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാവണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാർ, ഏതറ്റം പോയാലും അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കുക. അതിന് വേണ്ടത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അജ്ജുമ്മമാരുണ്ടാവും പ്രായമുള്ള, ആ അജ്ജുമ്മക്ക് ആ അജ്ജുമ്മാൻ്റെ പിന്നെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ കഴിയും. കാരണത്താ അജ്ജുമ്മ ആ ഭർത്താവിൻ്റെ മരുന്നെടുത്ത് കൊടുക്കേണ്ടത് ഈ അജ്ജുമ്മയാണ്. അല്ലെങ്കിൽ മകനുണ്ടാവും ഉമ്മാൻ്റെ കൂടെ, ഈ മകനാണ് ഉമ്മാക്ക് മരുന്നെടുത്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ ശരി, അതിനൊക്കെയുള്ള സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മാനെ സഹായിക്കുക. അന്യ ആളുകൾ അവിടെ ഇല്ലാത്ത സമയത്ത് പോയിട്ട് അത് സഹായിച്ചു കൊടുക്കാം. എന്നാലും താമസവും അന്യ പെണ്ണുങ്ങളെ കാണുന്നതും അന്യ പുരുഷന്മാരെ കാണുന്ന രൂപത്തിലുമുള്ള താമസം ഒരിക്കലും ഉണ്ടാവരുത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വേണ്ട രീതിയിൽ അത് പരിഹരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹറാമുകളില്ലാത്ത നല്ല രീതിയിൽ പരിശുദ്ധ ഹറമിനെ ആദരിച്ചുകൊണ്ട് ജീവിച്ച് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോകുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.